നമസ്കാരം. വളരെ ശക്തിമത്തായ ഒരു മന്ത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഉപാസകന്മാരായിരിക്കുന്ന ആളുകൾ, ഭദ്രകാളി സേവ ചെയ്യുന്നവരൊക്കെ ഈ മന്ത്രം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മാന്ത്രിക കർമ്മങ്ങളിലെ വളരെ ശക്തമത്തായ ഒരു മന്ത്രമാണ് ഇത്. അവനവൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒക്കെയും ഈ മന്ത്രം കൊണ്ട് ഹോമം കഴിക്കുന്നത് അവരെ സംരക്ഷിക്കുകയും ബാധാ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ രക്ഷ നേടുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ മന്ത്രം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ മന്ത്രം നിത്യവും കേൾക്കുന്നതും ഈ മന്ത്രം എഴുതിയെടുത്ത് പഠിച്ച് പ്രാർത്ഥനയിൽ ജപിക്കുന്നതുമൊക്കെ നമ്മളുടെ ശത്രുബാധ, ആഭിചാരം, ക്ഷുദ്രമാരണ ദോഷങ്ങൾ, ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വളരെയേറെ സഹായകരമാണ്. അപ്പം നമ്മളിവിടെ ഒരു പ്രയോഗമാണ് ചെയ്യുന്നത്. അപ്പം അത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ മന്ത്രം ഓം ഭദ്രകാളി ഓം നമോ ഭഗവതി. ഓം ഭദ്രകാളി കാളി ബ്രഹ്മകാളി കാളി വിഷ്ണുകാളി കാളി ഈശ്വരകാളി കാളി മഹാകാളി കാളി ഭൈരവകാളി കാളി പ്രേതകാളി കാളി ആകാശകാളി കാളി വശമായിരുന്നു ദേവതയടക്കി സർവരോഗരെ രക്ഷിച്ച പ്രകാരം എന്നെ രക്ഷിക്കുക ഭദ്രകാളിയേ സ്വാഹാം. ഓം നമോ ഭഗവതി. ശ്രീ മഹാദേവൻ്റെ തിരുചടയിൽ പിറന്ന ശ്രീ ഭദ്രകാളി, ശ്രീ മഹാദേവൻ്റെ തിരുമുമ്പിൽ നിന്ന് നൃത്തമാടുന്ന കാളി, തച്ചൊതുക്കി കുലപ്പെടുത്തുന്ന കാളി, രാക്ഷസ ക്രൂരജനങ്ങളെ വധിക്കുന്ന കാളി, ചന്ദ്രതിലകവും തൊട്ട് എല്ലാ ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവളെ, മധുകൈഢവന്മാരെ പൊരുതവളെ, ഓം ബീജം ഹ്രീം കീലകം കൊടുങ്ങല്ലൂരമരും ശ്രീ ഭദ്രകാളി മഹാകാളി ശ്രീം ഹും ഫട്ട് സ്വാഹാം. ഓം ജ്വലജ്വലശൂലിനി സർവദുഷ്ടനിഗ്രഹേ ഹും ഫട്ട് സ്വാഹാം. ഓം നമോ ഭഗവതേ. കാളി കാളി ബ്രഹ്മകാളി വിഷ്ണുകാളി ഈശ്വരകാളി ആകാശകാളി രുദ്രകാളി പ്രേതകാളി കാളി ഭൂതകാളി കാളി ശക്തികാളി കാളി ജാഗ്രതയ കാളി കാളി ഭദ്രകാളി ശ്രീ ഭദ്രകാളിയേ സ്വാഹാം. ഓം നരസിംഹായ നമ. ദഹ ദഹ വച വച മത മത രക്ഷ രക്ഷ സ്വാഹാം. ഓം നരസിംഹായ നമ. അഘോര നരസിംഹായ നമ. ഉഗ്ര നരസിംഹായ നമ. അഗ്നി നരസിംഹായ നമ. അഗ്നിനേത്രായ നമ. സർവലോകരെ രക്ഷിച്ചിരുത്തു മഹാനരസിംഹായ നമ സ്വാഹാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം ശത്രുമൃത്യും നമാമ്യഹം സ്വാഹാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം സ്വാഹാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം സ്വാഹാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം സ്വാഹാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം സ്വാഹാം. ഓം നമോ ഭഗവതേ. വിഷ്ണു സാക്ഷാൽ മായാമൂർത്തെ സുദർശനവാരിതേ പത്മധാരിണേ ശംഖചക്രധാരിണേ ഗദാപത്മശോഭിതപാശാങ്കുശസ്വരൂപ മമ ശത്രുന്നാശനകൈഡദന്ത കാമശത്രൂൻ ദ്രോഹ ശാന്തായ രൗദ്രായ സൗമ്യായ വശീകരണായ വാമനായ ശ്രീം ഹും ഫട്ട് സ്വാഹ. ഗുരവേ നമ. ഓം മഹാവിഷ്ണവേ സ്വാഹ. ഓം
ഓം നമോ ഭഗവതേ വിഷ്ണു സാക്ഷാൽ മായാമൂർത്തേ സുദർശനവാരിതേ പത്മധാരിണേ ശംഖചക്രധാരിണേ ഗദാപത്മശോഭിതപാശാങ്കുശാനന്ദസ്വരൂപ മമ ശത്രുന്നാശനകൈടദന്ത കാമശത്രുൻ ദ്രോഹശാന്തായ രൗദ്രായ സൗമ്യായ വശീകരണായ വാമനായ ശ്രീം ഹും ഫട്ട് സ്വാഹ. ഗുരവേ നമ. ഓം മഹാവിഷ്ണവേ സ്വാഹ. ഓം നമോ ഭഗവതേ വിഷ്ണു സാക്ഷാൽ മായാമൂർത്തേ സുദർശനവാരിതേ പത്മധാരിണേ ശംഖചക്രധാരിണേ ഗദാപത്മശോഭിതപാശാങ്കുശാനന്ദസ്വരൂപ മമ ശത്രുന്നാശന കൈടദന്ത കാമശത്രുൻ ദ്രോഹ ശാന്തായ രൗദ്രായ സൗമ്യായ വശീകരണായ വാമനായ ശ്രീം ഹും ഫട്ട് സ്വാഹ. ഗുരവേ നമ. ഓം മഹാവിഷ്ണവേ സ്വാഹ. ഓം നമോ ഭഗവതേ. ഓം നമോ ഭഗവതേ. ഓം നമോ ഭഗവതേ. ഓം ഐം ക്ലീം സൗം സൗ ക്ലീം ഐം വതവതവാഗീശ്വര്യേ സ്വാഹ. ഓം മഹാശിവായ ഗുരുപാദതീർത്ഥം ജലം ജപിക്ക. ഓം ശ്രീ സൂര്യായ നമ. സൂര്യഹൃദയായ നമ. ബാലസൂര്യായ നമ. അരുണമണ്ഡലവും ആദിത്യമണ്ഡലവും പോലെ എന്മേൽ വെൾപ്പെട്ടിരിക്ക ചന്ദ്രമണ്ഡലം പോലെ വളർത്ത് ബ്രഹ്മനെ പോലെ വിദ്യയുണ്ടായിരിക്ക വിഷ്ണുവെ പോലെ ലോകസ്വം വന്നിരിക്ക ശ്രീ സൂര്യായ നമ. ഓം മാർത്താണ്ഡായ നമ. ഓം ഈം ലോകസുന്ദര്യേ നമ. ഓം വ്യാധിനിഗ്രഹായ നമ. ഓം സർവവും സാധ്യേശ്വരായ നമ. പഞ്ചായുധവും പരിമളപുഷ്പം പോലെ മിഴിയും പൊന്മിഴിയണയും പൊന്മിഴി എന്നെ നോക്കി പൊന്മിഴിന്താനായി പൊന്നും താലി കെട്ടി പഞ്ചവർണ്ണം കൊണ്ട് കുറിയിട്ട് അഞ്ചനം കൊണ്ട് കണ്ണെഴുതി കർപ്പൂരം കൊണ്ട് കുറിയണിഞ്ഞ് പൊന്നും തൃപ്പടിമേലിരുന്ന് വടി കയ്യിൽ പിടിച്ച് പൊന്നും ത്രൈലോക്യമെല്ലാം മോഹിച്ച് അങ്ങനെ മോഹിച്ചിരിക്കുന്ന പൊന്നും ത്രൈലോക്യമെല്ലാം മോഹിച്ച നേരത്ത് പൊന്നും ശ്രീമാദേവൻ തിരുമുടി മോഹിച്ച് അങ്ങനെ മോഹിച്ചിരിക്കുന്ന തിരുവാദത്തിങ്കൽ അടിയൻ നിരൂപിക്കുമ്പോൾ അടിയൻ നിരൂപിച്ച പരമാർത്ഥത്തെ തന്നരുളിയിടുക പൊന്നും ത്രൈലോക്യമോഹിന്യേ സ്വാഹ. ഓം നമ ശിവായ. ഓം നമോ നാരായണായ സ്വാഹ. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് സകല ദുരിതങ്ങളും ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ശത്രുദോഷ പരിഹാരാർത്ഥമായി ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ടൊക്കെ ഹോമം കഴിച്ചാൽ ശത്രുക്കൾക്ക് നാശമുണ്ടാകുമെന്നും ശത്രുക്കൾ ഉപദ്രവിക്കുന്ന കർമ്മകാര്യങ്ങളിൽ നിന്നൊക്കെയും വിട്ടുമാറിപ്പോകുമെന്നും വിധി. ഓം ഗുരവേ നമ. ഓം ഗുരവേ നമ. ഓം ഗുരവേ നമ.